ന്യൂസ് റൺസ് അടുത്ത മണിക്കൂറിലേക്ക് കടക്കുന്നു. കേരളത്തിന്റെ കണ്ണുകളെല്ലാം ഉറ്റുനോക്കുന്നത് കേന്ദ്ര തലസ്ഥാനത്തേക്ക് തന്നെയാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ കേരളം ഉന്നയിച്ച പരാതികൾ അവഗണിക്കുന്നു എന്നുള്ള നിവേദനങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടുമോ? ഇന്ന് കേരളവും കേന്ദ്രവുമായി ചർച്ച നടക്കുമ്പോൾ എന്നതാണ് ചോദ്യം. വിശദാംശങ്ങളിലേക്ക് എത്താം. ന്യൂസ് റൺസ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 5ാം ദിനത്തിൽ. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് തീരുമാനം. ഇന്നലെ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നതിൽ നടപടികളുമായി സർക്കാർ. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുക. പോലീസ് സുരക്ഷ തേടി കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകി. ന്യൂസ് റൺസിലേക്ക് വീണ്ടും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഈ മണിക്കൂറിൽ ന്യൂസ് റൺസ് ഉന്നയിക്കുന്നത്. ഇന്നാണ് കേന്ദ്രവുമായി കേരളത്തിന്റെ ചർച്ച. ഏതായാലും ചർച്ചയ്ക്ക് കേന്ദ്രവും തയ്യാറായി, സംസ്ഥാന സർക്കാരും തയ്യാറായി. ഇരുവരെയും സുപ്രീം കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. സഹകരണ ഫെഡറലിസത്തിന്റെ മകുടോദാഹരണമെന്ന് പറയുകയായിരുന്നു സുപ്രീം കോടതി. പക്ഷേ ചർച്ച എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കേരളം ഉറ്റുനോക്കുന്ന, കേരളം ആവശ്യപ്പെട്ട പരിഹാരങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തര കടമെടുപ്പിനുള്ള അനുവാദം കേരളം തേടിയ സാഹചര്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് തന്നെ പരാജയമാണെന്നും ഇനിയും കടമെടുക്കാൻ അനുവദിക്കുന്നത് സമ്പദ്ഘടനയെ ബാധിക്കുമെന്നുള്ള നിലപാട് കേന്ദ്രം സുപ്രീം കോടതിയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേന്ദ്രം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും ചെവി കൊടുക്കുക? പ്രതീക്ഷിക്കാനുണ്ടോ സംസ്ഥാനത്തിന് ഈ ചർച്ചയിൽ എന്ന വിഷയം കൂടി ന്യൂസ് റൺസ് ഉന്നയിക്കുന്നു. നമുക്ക് പ്രതിനിധികളിലേക്കും ഒപ്പം പാനലിസ്റ്റുകളിലേക്കും കടക്കാം. ഒരിക്കൽ കൂടി ട്രെൻഡ്സിലേക്ക് സ്വാഗതം. കേരളവും കേന്ദ്രവും തമ്മിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആണ് ചർച്ച നടക്കുന്നത്. സുപ്രീം കോടതി തന്നെ നിർദ്ദേശപ്രകാരമുള്ള ചർച്ചയാണ്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4 അംഗ സമിതിയാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ചർച്ച നടക്കുക. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയിലേക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ, കടമെടുപ്പ് പരിധിക്കൊപ്പം തന്നെ കേരളം പല തവണയായി ഉന്നയിക്കുന്ന സാമ്പത്തിക വിഷയങ്ങളിൽ എന്തെല്ലാം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ഒരു ചോദ്യം. കേന്ദ്രം
അയയുമോ ഈ വിഷയത്തിനകത്ത്? ഒരു അനുനയ ശ്രമത്തിന് കേരളത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യം. കേന്ദ്രം ചില നിലപാടുകളൊക്കെ ഇതിനകത്ത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അധിക കടമെടുപ്പ് അനുവദിക്കാനാവുകയില്ല എന്നുള്ളതാണ്. അവിടെ തന്നെ കേരളം ഉന്നയിക്കുന്ന ആദ്യ ആവശ്യം തന്നെ പരിഗണിക്കാനാവുകയില്ല എന്നൊരു നിലപാടെടുത്ത സാഹചര്യമുണ്ട് കേന്ദ്രം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ ചർച്ചയെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ടത്? അപർണ, അതായത് ചർച്ച നടത്തി സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം അത് സംസ്ഥാനവും കേന്ദ്രവും അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച നടക്കുന്നത്. സംഘത്തിൽ ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി RK അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ RK ഗോപാലകൃഷ്ണകുറുപ്പ് എന്നിവരാണ് മറ്റംഗങ്ങളുള്ളത്. ആദ്യഘട്ടം നമുക്കറിയാം, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരുന്നു ആദ്യം CPM കടന്നത്. ഡൽഹിയിൽ പോയി സമരം ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു. അതിനുശേഷമാണ് എന്നാൽ ഇതിനൊപ്പം സുപ്രീം കോടതി ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കണമെന്നുള്ളൊരു നിർദ്ദേശം ധനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM അംഗീകരിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്ത്. അപ്പോഴാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്ന വേളയിൽ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. PF അടയ്ക്കാൻ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ അന്ന് ചെയ്തത്. തുടർന്നാണ് സുപ്രീം കോടതി രണ്ടാമതായിട്ട്, അതായത് ആദ്യം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ചർച്ച നടക്കട്ടെ, സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ, അവിടെ കൃത്യമായി ശക്തമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രത്തെ ധരിപ്പിക്കാൻ സംസ്ഥാനത്തിന് ആകണമെന്നുള്ള നിർദ്ദേശം ഈ 2 അംഗ ബെഞ്ച് മുന്നോട്ട് വെക്കുകയായിരുന്നു. തുടർന്ന് ഈ കാര്യങ്ങൾ, ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിങ്കളാഴ്ച, അതായത് ഫെബ്രുവരി 19-ന് ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അത് അറിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നേരത്തെ ഈ കടമെടുപ്പ് പരിധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് CPM ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ളവർ അണിനിരന്നുകൊണ്ട് മറ്റ് ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലെ അംഗങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഒരു സമരത്തിന് ആക്കം കൂട്ടുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു സമരം നടന്നതിന് പിന്നാലെ കൂടിയാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നത്. അത് കേന്ദ്രത്തെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ മഞ്ഞുരുക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്. അതിൽ നമ്മൾ ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി നോക്കുമ്പോൾ, കഴിഞ്ഞ സമീപകാല ചരിത്രത്തിൽ നോക്കുമ്പോൾ വലിയ രൂക്ഷം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി. വികസന പദ്ധതികളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, 2023-2024 ഈ പദ്ധതി വികസനത്തിൽ ചെലവഴിച്ചത് ഏകദേശം 40%-ലേറെ താഴെ തുക മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ചെലവഴിക്കാൻ ഈ പദ്ധതികളും വികസനവും നടത്തുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടി പണം മാറ്റിവെച്ചതിൽ അതിൽ പണമില്ലാതെ തന്നെയാണ് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ കുഴയ്ക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് മുമ്പിൽ നിരവധി വെല്ലുവിളികൾ ഇതിനോടകം നിലനിൽക്കുന്നുണ്ട്. അതായത് പണമില്ലാതെ പദ്ധതി നിർവഹണം എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഒപ്പം തന്നെ കേരളം നീങ്ങുന്നത്, അതായത് സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ കേരളം ഇപ്പോൾ നീങ്ങുന്നത് ഭരണപരമായ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. തനത് വരുമാനത്തിൽ കുതിച്ചാട്ടം ഉണ്ടാക്കാൻ ഇതുവരെയും കേരളത്തിന് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഭരണച്ചെലവിൽ വിവേകത്തോടെയുള്ള അച്ചടക്കം പാലിക്കാനായിട്ടില്ല. കൂടാതെ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായത്തിൽ കുറവ് വന്നത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സർക്കാരിന് മുന്നിൽ കടമെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു വഴി മാത്രമാണുള്ളത്. പക്ഷേ ഇത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ ഈ രീതിയിൽ കടമെടുത്ത് മുന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുമെന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ശ്രീ മോഹൻകുമാറും നമുക്കൊപ്പം ചേരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനത്തിന് ഉറ്റുനോക്കാവുന്ന ഒരു ചർച്ചയിലേക്കാണോ കടക്കുന്നത്? ഇതിനകത്ത് കേന്ദ്രം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അത് അധിക കടമെടുപ്പ് അനുവദിക്കാനാവില്ല എന്നൊരു നിലപാടിൽ കേന്ദ്രം നേരത്തെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അധിക കടമെടുപ്പ് അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി അനുവദിക്കണം, അടിയന്തരമായിട്ട് കടമെടുപ്പിന് അനുവാദം നൽകണമെന്ന് കേരളം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ അതെ, ഏത് രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ഹലോ, കേൾക്കാം ശ്രീ മോഹൻകുമാർ. ഇപ്പോ ഇന്ന് നടക്കുന്ന ചർച്ചയുടെ ഒരു പ്രാധാന്യം, കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ ഇതിനെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ നമ്മുടെ നിലവിലിരിക്കുന്ന ഭരണഘടനാ പ്രകാരം ഇങ്ങനെ ഒരു പ്രശ്നം ഒരു സംസ്ഥാനം ഉന്നയിക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ടു.
സുപ്രീം കോടതി പറയുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടികൾ. അതുകൊണ്ട് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. ഇത് സുപ്രീം കോടതി വഴി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല. അതിനേക്കാൾ നല്ലത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. ഇവിടെ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വാദം? 293 വകുപ്പ് പ്രകാരം സംസ്ഥാനത്തിന് കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് കേരള സർക്കാർ ഇപ്പോൾ വാദിക്കുന്നത്. എന്നാൽ അന്റോണി ജനറൽ വാദിക്കുന്ന എന്താണ്? ഇത് കേരളം ഇതിനു മുമ്പേ എടുത്തിട്ടുള്ള കടങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ, കൂടുതൽ കടമെടുത്തിട്ടുള്ളതിനാൽ ഇനി കടമെടുക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നം, ശ്രീ മോഹൻകുമാർ ദയവായി എന്നോടൊന്ന് ക്ഷമിക്കുക, ഞാൻ ഇപ്പോൾ തിരികെ എത്താം. മുൻ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തോമസ് ഐസക്, വലിയ രീതിയിൽ കേരളം ഉറ്റുനോക്കുന്നുണ്ടോ, പ്രതീക്ഷയുണ്ടോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായിട്ടുള്ള ഈ ചർച്ച? എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇത് കേന്ദ്രത്തെ ആശ്രയിച്ചിരിക്കും എന്താ ഔട്ട്കം എന്നുള്ളത്. കേരളം ഒരു പുതിയ വികസന പാത തുറക്കുന്നതിന് ശ്രമിച്ചു. അതിൽ കേന്ദ്ര സർക്കാരെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ബഡ്ജറ്റിന് പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി വായ്പ എടുത്ത് അവര് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു, സഹായം ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ FRBM-നെതിരാണ്. 3% ഇത് കൂടി ചേർത്താൽ വായ്പ വരുമെന്ന് ഇറങ്ങി. ഏത് സർക്കാർ? കേന്ദ്ര സർക്കാർ. ഇന്നേ വരെ ഉണ്ടാക്കിയിട്ട് നിയമം പാലിക്കാത്തത്. ഇപ്പോ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3 അല്ല 5.1. റവന്യൂ ഡെഫിസിറ്റ് 2%. ഇവരാണ് ഇപ്പൊ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ അത് അവരൊരു ചട്ടം ഉണ്ടാക്കി, ഞങ്ങൾ ഇനിമേൽ ഇങ്ങനെയാണ്. പക്ഷെ ഇനിമേൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഇനിമേലല്ല, റിട്രോസ്പെക്റ്റീവ് ഇഫക്ട്, ഭൂതകാല പ്രാബല്യത്തോടെ ഹിസ്റ്ററി വായ്പ എടുക്കാൻ തുടങ്ങി എന്ന് മുതലോ അന്ന് മുതലുള്ള എല്ലാം അവര് ഇപ്പോഴത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഭാഗമാക്കിയാണ്. ഇത് പൊളിറ്റിക്കൽ മൂവാണ്. വേറെ വർത്താനമൊന്നും ഇതിനെക്കുറിച്ച് അധികം വേണ്ട ആവശ്യം. അപ്പോൾ നടക്കുന്നതിൽ പൊളിറ്റിക്കൽ ചർച്ചയുണ്ട്. പക്ഷെ ഇന്നിപ്പോ കോടതി പ്രഥമ ദൃഷ്ടിയെ കേട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അംഗീകരിച്ചല്ലോ. ഇതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, കേരളത്തിന്റെ മാത്രം കുഴപ്പമാണെന്ന് പറഞ്ഞവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണത്. ചർച്ച ചെയ്യട്ടെ. കേരളം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ്. ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനുള്ള സംസ്ഥാനത്തിന് ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ മേല് ചട്ടപ്രകാരം ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് എന്റെ വശം. അത് കോടതി വ്യവഹാരത്തിൽ വരട്ടെ. പക്ഷേ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന പലതും ഉണ്ട്. ഒന്ന്, കോടതി തർക്കം തീരുന്നവരെ സർക്കാരിന്റെ മേലുള്ള ഉപരോധം പിൻവലിക്കാം. മിനിമം റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് മാറ്റിവെക്കാം. ഇങ്ങനെയുള്ള പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ഇത്തരത്തില് ഒരു തീരുമാനത്തിലെത്തുന്നുള്ള സൽബുദ്ധി കേന്ദ്രത്തിനുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശ്രീ തോമസ് ഐസക്, ഇതിനകത്ത് പൊളിറ്റിക്കൽ ചർച്ചയാണെന്ന് പറയുമ്പോഴും കേന്ദ്രം സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിൽ ഏകദേശം കേന്ദ്രത്തിന്റെ നിലപാടൊക്കെ വ്യക്തമാണല്ലോ. ഇപ്പൊ കിഫ്ബി അടക്കമുള്ള വിഷയത്തിനകത്തൊക്കെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇതുവരെ ഏത് രീതിയിലുള്ള നിലപാടാണോ വ്യക്തമാക്കിയിരിക്കുന്നത് അതാണ്. അധിക കടമെടുപ്പുമായി ബന്ധപ്പെട്ടും കേരളത്തെ ഭീകരമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു നിലപാട്. അതായത് ഈ അഫിഡവിറ്റിനകത്ത് എന്താണ് ആ പൊളിറ്റിക്കൽ നിലപാട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുമോ? അപ്പം ഇപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനൊരു ഔട്ട്കം വന്നത്? കർണാടകമൊക്കെ അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം അവരുടെ പ്രതിഷേധിക്കുന്നതിന് മുന്നോട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇത് ദേശീയ തലത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ ലീഗലായിട്ട് മാത്രം തീർക്കേണ്ട കാര്യമല്ല, ചർച്ച ചെയ്ത് തീർക്കണമെന്ന് കോടതി പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. കേന്ദ്രം സംസ്ഥാനത്തിനെതിരെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിന് മറുപടി കേന്ദ്രം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇടക്കാലത്ത് IMF എന്തോ തോന്നിയിട്ട് ഇന്ത്യ വലിയ കടക്കണിയിലേക്ക് പോകാൻ പോവുകയാണ്, ഇന്ത്യയുടെ ഡെറ്റ് ടോട്ടൽ ബാധ്യത GDP-യേക്കാൾ ഉയരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം കൂട്ടിയപ്പോ ഇന്ത്യ സർക്കാർ കൊടുത്ത നീണ്ടൊരു മറുപടിയുണ്ട്.
അത് തന്നെ കേന്ദ്രത്തിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് സംസ്ഥാനത്തിന് പറയാനുണ്ട്. അതെന്താ ആ പറയുന്ന തത്വമൊന്നും കേരളത്തിന് ബാധകമല്ലാതെ വരുന്നത്? അപ്പൊ അത് അക്കാഡമിക് തലത്തിലും സാങ്കേതികമായിട്ടും ഭരണഘടനാപരമായിട്ടും ഞങ്ങൾ അജിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഉപരോധങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മരവിപ്പിക്കുന്നതിനെതിരെ ഒരു വിട്ടുവീഴ്ച കേന്ദ്രം ചെയ്യൂ എന്നുള്ളത് കാത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഉറ്റുനോക്കാനുള്ളത് സുപ്രീം കോടതിയിൽ. റൈറ്റ്, ശ്രീ തോമസ് ഐസക്കാണ് പ്രതികരിച്ചത്. വീണ്ടും ശ്രീ മോഹൻകുമാറിലേക്ക്. ശ്രീ മോഹൻകുമാർ, ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞു നിർത്തിയ ആ ഒരു നിർദ്ദേശമുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ തർക്കം തീരുന്നവരെ സർക്കാരിന് മുകളിലുള്ള ഉപരോധം അത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ കാര്യങ്ങൾ നടപ്പാക്കുക. അങ്ങനെ ഈ തർക്കം തീരുന്നത് വരെ അങ്ങനെയുള്ളൊരു നിർദ്ദേശങ്ങളിലേക്ക് കടക്കാൻ കഴിയുമോ? ഇതൊരു പൊളിറ്റിക്കൽ ചർച്ചയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ മുൻ ധനമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതാണ് അതിന്റെ ശരി. അത് വളരെ ശരിയായ കാഴ്ചപ്പാടാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. ഇത് ഇതിനകത്ത് അങ്ങനെ തന്നെ സുപ്രീം കോടതി വിധിയും, അങ്ങനെ സുപ്രീം കോടതി പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ അമിക്കബിളായി പരിഹരിക്കണമെന്നുള്ളതാണ്. അത് എന്നിട്ട് കേന്ദ്ര സർക്കാരിന് അതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സുപ്രീം കോടതിക്ക് സമർപ്പിക്കണം. സുപ്രീം കോടതി ഇടപെടുമെന്നുള്ളതാണ് അതിന്റെ ഒരു സുപ്രീം കോടതി നിലപാട്. അതാണ് ഡോക്ടർ തോമസ് ഐസക്കോട് വിശദീകരിച്ചത്. വളരെ വ്യക്തമായി അദ്ദേഹം അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാമ്പത്തിക അധികാരങ്ങൾ മുഴുവനും എടുത്തു മാറ്റി സംസ്ഥാന സർക്കാരുകൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ ഇല്ലാതെയാക്കി ഒരു രാജ്യം ഒരു സർക്കാർ, അത് കേന്ദ്ര സർക്കാരാണെന്ന് മാത്രം വരുത്തി തീർക്കാനുള്ള ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഉദാഹരണത്തിന് FRBM ആക്ട് അനുസരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് അവരുടെ സംസ്ഥാന വരുമാനത്തിന്റെ 3% മാത്രമേ കടമെടുക്കാവൂ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ കടമെടുപ്പ് ഏകദേശം 6%, 5.9% എത്തി നിൽക്കുകയാണ്. ഇനി കടമെടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ 5.1 ട്രില്യൺ രൂപയാണ് കേരള സർക്കാർ കോവിഡ് 2019 കേന്ദ്ര സർക്കാരിന്റെ കടമായിരുന്നത്. അത് 2024 ആയപ്പോൾ 15.1 ട്രില്യൺ രൂപയായിട്ട് കൂടി. ഇനി ഡെപ്റ്റ് സർവീസിങ്, കടം എടുക്കുന്നത് കൊണ്ട് കൂടുതൽ പണം ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരികയാണെങ്കിൽ അത് കേരള സർക്കാരിനേക്കാൾ, സംസ്ഥാന സർക്കാരുകളെക്കാൾ വളരെ വളരെ കൂടുതലാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾ പാലിക്കുന്ന എല്ലാ നിയമങ്ങളും നിഷേധിക്കുന്നതിനും അത് ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനും കേന്ദ്ര സർക്കാരിന് അനുവാദം കിട്ടുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാരുകൾ വെറും പോസ്റ്റ് ഓഫീസുകളായി മാത്രം ചുരുങ്ങി കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാനുള്ള, സാമ്പത്തിക അധികാരങ്ങൾ മുഴുവനും എടുത്തു മാറ്റാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഐഡിയോളജിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ BJP സർക്കാർ കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആ നിലപാട് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അഫിഡവിറ്റിൽ വ്യക്തമായിട്ട് പറയുന്നു കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് തന്നെ പരാജയമാണെന്ന്. ഇപ്പോൾ ചർച്ച പൊളിറ്റിക്കലാണെങ്കിൽ ഈ ഉന്നയിക്കപ്പെടുന്ന അലിഗേഷൻസിനെയും പൊളിറ്റിക്കലായിട്ട് തന്നെ കാണണോ? അതാ കേന്ദ്രം ഈ നിലപാട് ഞങ്ങൾ ഇതാണ് പറയുന്നത് എന്ന് NDAയുടെ നേതാക്കൾ പറയുന്ന അതേ നിലപാട് തന്നെ കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ കടമെടുപ്പ് പരിധി തൊട്ട് കിഫ്ബി വരെയുള്ള വിഷയത്തിനകത്ത് എന്ത് നിലപാടാണോ പൊളിറ്റിക്കലി എടുക്കുന്നത് അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എന്ത് പ്രതീക്ഷിക്കാനുണ്ട് ചർച്ചയിൽ എന്നുള്ളതാണ്. നോക്കൂ, ഈ കേരളത്തിലുള്ള ഒരു വലതുപക്ഷ ഞാൻ ആ ചോദ്യത്തിലേക്ക് താങ്കളിലേക്ക് തന്നെ വരാം. ദയവായി ഒരല്പസമയം. CMP നേതാവ് ശ്രീ UDF നേതാവ് കൂടിയായ ശ്രീ CP ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ CP ജോൺ,
ഉറ്റുനോക്കാനുണ്ടോ, പ്രതീക്ഷിക്കാനുണ്ടോ കേരളം കേന്ദ്രവുമായി നടത്തുന്ന ചർച്ച? കേരള സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ, നിവേദനങ്ങൾ, പരാതികളൊക്കെ ഉണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരയവ് വരും, ഒരു അയവ് വന്നിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ടോ? കേന്ദ്രവും കേരളവും തമ്മിലുള്ള സംസാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചർച്ച പോലെ ഒന്നും നമ്മൾ വലുതാക്കി കാണേണ്ട കാര്യമില്ല. അതൊരു ദൈനംദിന കാര്യമാണ്. ഇതേ ധനമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന GST കൗൺസിലുണ്ട്. അതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ച അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഭരണപരമായ ഒരു കാര്യമാണ്. അല്ല, ഇത് സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് ചോദിക്കുകയാണ്. സുപ്രീം കോടതി ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുക, സുപ്രീം കോടതി അതിന് ഇരു കൂട്ടരെയും അഭിനന്ദിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്ഥിരം ദൈനംദിന ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യം ഉണ്ടാകുന്നില്ലേ? അതെ, സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണല്ലോ. ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ചർച്ച നടത്തുന്ന അത്രയും ലാഘവമാണിത്. പക്ഷെ പ്രശ്നം ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ ധനസമീപനം എന്താണ് എന്നതാണ്. കേരള ഗവൺമെന്റിന്റെ ധനസമീപനം കടം വാങ്ങിക്കൊണ്ടേയിരിക്കുക എന്നതാണോ? അതാണ് മൗലികമായ പ്രശ്നം. ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചിട്ടുള്ള കേരളത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള നികുതി കേരള ഗവൺമെന്റ് പിരിക്കുന്നുണ്ടോ? പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ പെർ ക്യാപിറ്റ ടാക്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്. രണ്ട്, കേരളം വാങ്ങിച്ചിട്ടുള്ള കടങ്ങളുണ്ട്. ആ കടങ്ങൾ അധികമാണെന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത് GSTPയുടെ 40% എത്തി. ഞങ്ങൾ ഇപ്പൊ CMB ആവശ്യപ്പെടുന്നത് കേന്ദ്രം ഇത്തരത്തിൽ റവന്യൂ ചെലവ് വർദ്ധിച്ച സംസ്ഥാനങ്ങൾക്ക് ഒന്നുകിൽ റവന്യൂ ഗ്രാന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ ലഘൂകരിക്കണം. എഴുതിത്തരണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഉദാഹരണത്തിന് കേരളത്തിന്റെ കടത്തിന്റെ പകുതിയെങ്കിലും എഴുതിത്തള്ളാൻ, സ്വാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് ആരംഭിക്കാനാണ് കേരളം കേന്ദ്രത്തോട് പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ മുങ്ങിത്താഴാൻ പോകുമ്പോൾ ഞങ്ങളുടെ കഴുത്തിൽ കല്ല് കെട്ടിത്തരൂ എന്നല്ല കേരളം പറയേണ്ടത്. കേരളം ഇവിടെ ആവശ്യപ്പെടുന്നത് ഒരു തെറ്റായ ആർഗ്യുമെന്റ് ആണ്. ഞങ്ങൾ കൂടുതൽ കടക്കാരായാൽ ഞങ്ങൾ കൂടുതൽ സമ്പന്നരായി തീരും എന്നാണ് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കൂടുതൽ കടക്കാരായാൽ, കേരളം കൂടുതൽ കടക്കാരായാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട് വർദ്ധിക്കും. കാരണം ഈ കടത്തിനൊക്കെ പലിശ കൊടുക്കണം. പലിശ എന്നുള്ളത് നമ്മുടെ വലിയൊരു ബാധ്യതയാണ്, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പലിശ എഴുതിത്തള്ളുക, കടം എഴുതിത്തള്ളുക, അതിനുവേണ്ടി ലോകബാങ്കിൽ നിന്നോ ADBയിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള ലോണുകൾ, സോഫ്റ്റ് ലോൺസ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ലോണുകൾ എടുക്കുക. ഇതിനെയൊക്കെയാണ് പണ്ട് ഇടതുപക്ഷം ഇവിടെ എതിർത്തത്. ഞങ്ങൾ ഈ തരത്തിൽ ADBയുമായിട്ട് സംസാരിച്ചപ്പോഴും വേൾഡ് ബാങ്കായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ അവരുടെ ദേഹത്ത് കരിയോയിൽ ഒഴിക്കാൻ പോയ ആളുകളാണല്ലോ ബാലഗോപാലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ. അതുകൊണ്ട് നിങ്ങളുടെ നയം മാറ്റണം. കടം കൂടുതൽ വേണം എന്നത് നമ്മളെ കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുക. കടം കുറയ്ക്കാൻ കേന്ദ്രത്തോട് പറയൂ, പലിശ കുറയ്ക്കാൻ പറയൂ. അതിനുവേണ്ടി സ്വാപ്പിംഗ് ഓഫ് ഡെറ്റ് ആൻഡ് സ്വാപ്പിംഗ് ഓഫ് ഇൻട്രസ്റ്റ്, അതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേരള ഗവൺമെന്റിനെ പിന്താങ്ങും. അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിലപാട് എന്തായിരിക്കും? ഇപ്പോൾ കടമെടുപ്പ് പരിധി പോലും കേരളം സാമ്പത്തികമായിട്ട് മിസ്മാനേജ്മെന്റ് ആണ് നടത്തുന്നത് എന്ന് പറയുന്ന കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പലിശ എഴുതി തള്ളുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യത്തോട് കേന്ദ്രം പോസിറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവല്ലേ? കുറവല്ലേ വെച്ചാൽ ചോദിച്ചിട്ടില്ലല്ലോ. ഇവര് ചോദിക്കാതെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയില്ലേ? 20-21 വർഷത്തിൽ ഇവിടെ യാതൊരു ടാക്സും ഇല്ലാതിരുന്ന സമയത്ത് 19,000 കോടി രൂപയാണ് ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത്. ഈ കഴിഞ്ഞ 8 വർഷത്തിൽ 5 വർഷവും പിണറായി ഗവൺമെന്റ് സന്തോഷമായി ജീവിച്ചത് കേന്ദ്രത്തിന്റെ എന്ന് പറയുന്നില്ല, നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണല്ലോ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒരു മാസം 1,700 കോടി രൂപ ഒരു മാസം, വർഷമല്ല, കിട്ടിയത് കൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇത് അറിയാതിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള റവന്യൂ സപ്പോർട്ട് എന്ന വാക്ക് ഞാൻ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഒന്നുകിൽ റവന്യൂ ചെലവിന് വേണ്ടിയാണല്ലോ കടമെടുക്കുന്നതും. അപ്പൊ ആ കടമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിധി വർദ്ധിപ്പിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞാൽ കടം എടുത്തു കഴിഞ്ഞു.
ഇവിടെ 40 GDP-യുടെ എത്ര പെർസെന്റ് എന്ന് മാത്രമല്ല, കടത്തിന്റെ തുക അത് GDP-യുടെ 3.5% ധനക്കമ്മിയുടെയാണ്. പക്ഷെ GDP-യുടെ കടത്തിന്റെ ശതമാനം 40%. അത് വളരെ ഹൈ ആണ്. ധനക്കമ്മി വളരെ കൂടാത്തത് എന്തുകൊണ്ടാ? പ്ലാൻ വെട്ടിക്കുറച്ചതുകൊണ്ടാണ്. പ്ലാനിന് വേണ്ടിയാണ് നമ്മൾ പൈസ കടമെടുക്കുന്നത്. പ്ലാനിന് കടം എടുക്കുന്നില്ല, പ്ലാൻ നടത്തുന്നില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് പ്ലാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്ലാൻ കൂടുതൽ കൂട്ടിയിരുന്നെങ്കിൽ ധനക്കമ്മി കൂടുമായിരുന്നു. ഇപ്പൊ 3.5% ധനക്കമ്മി നിൽക്കാനുള്ള കാരണം പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വികസനമില്ല, ഇവിടെ ചപ്പടാച്ചി മാത്രമേ ഉള്ളൂ, ഒരു വികസനവും ഇല്ല. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പട്ടിക വർഗത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഞ്ചായത്തുകൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30,670 കോടി രൂപയിൽ നിന്ന് 30,370 കോടിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. യെസ്, ഓക്കെ, തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ CP ജോൺ പ്രതികരിച്ചതിന്. ശ്രീ മോഹൻകുമാർ, അങ്ങനെ ഒരു വിഷയം കേരളം, അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ അതിനകത്ത് ഭരണപരമായിട്ടുള്ള ദൈനംദിന ചർച്ചയ്ക്കപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ റീസണബിൾ ആയിരിക്കണം. ആ ആവശ്യങ്ങൾ അല്ല കേരളം ഉന്നയിക്കുന്നത് കൂടുതൽ കടബാധ്യത ഉണ്ടാകാനാണ്. പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ ശരാശരിയേക്കാളും കൂടുതലുള്ള കേരളത്തിൽ എന്തുകൊണ്ട് നികുതി പിരിവ് കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് തൊട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ പലിശ എഴുതിത്തള്ളുക, കടബാധ്യത കുറയ്ക്കുക, സോഫ്റ്റ് ലോണുകൾ എടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക, അത്തരം കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് സംസ്ഥാനം കടക്കുന്നില്ല എന്നൊരു ചോദ്യം ശ്രീ CP ജോൺ ഉന്നയിച്ചല്ലോ. എന്താണ് മറുപടി? നോക്കൂ, കേരളത്തിന്റെ നികുതി പിരിവ് 23% കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചത്. 23%, 71,000 കോടി രൂപ ആണ് ഈ വർഷം 23-24 വർഷത്തിൽ നമ്മൾ പിരിച്ചെടുത്തത്. അത് 57,000 കോടി രൂപയിൽ നിന്നാണ് ഇത്രയും വർദ്ധിച്ചത്. ഇത് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനമാണ് ഇത്രയും വളരെ നല്ല രീതിയിൽ വളരെ ഇത്രയും ഉയർന്ന വളർച്ചാ നിരക്ക് ടാക്സ് പിരിവിൽ വന്ന ഒരു സംസ്ഥാനം. ഇനി അത് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, കടമെടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണെന്നുള്ളത് പഴകിദ്രവിച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. ആ സാമ്പത്തിക ശാസ്ത്രത്തിന് ഇന്ന് ഒരു പ്രസക്തിയുമില്ല. അത് 1930-ലെ ഡിപ്രഷനോട് കൂടി തന്നെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും തെളിയിച്ചതാണ് അത് തെറ്റായ നിലപാടാണെന്ന്. നമ്മൾ കടമെടുക്കുന്നത് കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങൾ കടമെടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ 1 രൂപ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോങ് റൺ, അതിന്റെ ദീർഘകാലത്തിൽ അത് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്നത് 5% ഗ്രോത്ത് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയും വികസനവും ഉണ്ടാക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അത് പറ്റില്ല എന്നാണ് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ പറയുന്നത്. നിങ്ങൾ അത്തരത്തിലൊന്നും വികസനം നടത്തണ്ട, വികസനം നടത്തേണ്ടതിൽ ചുമതല കേന്ദ്ര സർക്കാരിൻ്റെതാണ്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ 70% നടത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഇത് ഇവിടെ സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടില്ല എന്നല്ല. 293-ാമത്തെ വകുപ്പ് പ്രകാരം കേരളത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ വാദം. അതിനെ നിങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അത് കേന്ദ്രവും അംഗീകരിച്ചു, കേന്ദ്രം അംഗീകരിക്കേണ്ടി വന്നു, കേരളം അത് സ്വാഗതം ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കടമെടുക്കാമായിരുന്നത് 7,437 കോടി രൂപയായിരുന്നു. പക്ഷെ അനുവദിച്ചതോ 1,838 കോടി രൂപ. ഏകദേശം 5,400 രൂപയുടെ കുറവ് കടമെടുക്കാനുള്ള അവകാശത്തിൽ കേന്ദ്രം കുറവ് വരുത്തി. ഇവിടെയാണ് പ്രശ്നം. ഇത് എങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകൾ പരിഹരിക്കും? 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് പോലെ കേരളം ഇപ്പോ ഈ സെക്കൻഡ് ജനറേഷൻ നമ്മൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിയ കേരള വികസന മോഡലിന്റെ സെക്കൻഡ് ജനറേഷൻ 2ാമത്തെ തലമുറ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇന്ത്യയിൽ ശരാശരി 1970 വയസ്സായിരിക്കുമ്പോൾ കേരളത്തിൽ 75 വയസ്സ് വരെയാണ്. 75-ഉം 80-ഉം 85-ഉം 90 വയസ്സ് വരെ അതിന് മുകളിലും ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ടിയും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും
സംസ്ഥാനത്തിനുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ നേട്ടമാണ്. റൈറ്റ്, കേരളത്തിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി തീർച്ചയായിട്ടും ശ്രീ മോഹൻകുമാർ, ഇത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ നടക്കുന്ന ചർച്ച, പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ചർച്ചയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതേസമയം ചർച്ചയിൽ റീസണബിൾ ആയിട്ടല്ല കേരളം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, കേരളം ഉന്നയിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ് എന്നുള്ള വാദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിഷയം മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കാമെന്നൊരു നിലപാട് ആണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ്. ഏത് രീതിയിലാകും ചർച്ച എന്ന് വൈകുന്നേരം 4 മണിക്കാണ് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതി ചർച്ച കേന്ദ്രവുമായി നടത്തുക. വളരെയധികം നന്ദി ശ്രീ മോഹൻകുമാർ ന്യൂസ് ഡെസ്കിനൊപ്പം ചേർന്നതിന്. മറ്റ് വാർത്തകൾ ഒപ്പമുണ്ട്. പ്രധാനമായിട്ടും ബേലൂർ മക്ന ദൗത്യം തുടരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, കടുത്ത നിരാശയിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. എടുത്തു പറയേണ്ടത് നഷ്ടപരിഹാരം, കൊല്ലപ്പെട്ടവരുടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നുള്ളൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, വന്യജീവി ശല്യ പ്രതിരോധ സമിതിയുടെ ഭാഗത്തുനിന്നൊപ്പം മാനന്തവാടി രൂപതയും ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് വരാം ട്രെൻഡ്സിൽ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് പരിഗണിക്കും. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജിക്കാർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നുവെന്നതാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. പദ്ധതി ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറയുക. കോർപ്പറേറ്റുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുമതി നൽകുന്നതാണ് പദ്ധതി. 3 മാസം മുൻപാണ് ഹർജികളിൽ വാദം പൂർത്തിയായത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. CBSE 10+2 ക്ലാസുകളുടെ പരീക്ഷ ഇന്ന് മുതൽ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടുനിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഇത് 3ാം തവണയാണ് കേന്ദ്ര സർക്കാർ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. NCP MLA മാരുടെ അയോഗ്യതാ ഹർജികളിൽ തീരുമാനമെടുക്കാൻ